നമസ്കാരം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്ന ഷീല സണ്ണി എന്ന സ്ത്രീയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയതും അവർ 72 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്ത സംഭവം നമുക്കാർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. സംഭവം നടന്നത് 2023 ഫെബ്രുവരി 27-നാണ്. അന്നാണ് ഷീലയുടെ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന ബാഗിൽ നിന്ന് ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും വ്യാജ ലഹരി സ്റ്റാമ്പ് കണ്ടെടുത്തത്. എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ഷീലയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഷീലയുടെ ഭർത്താവ് സണ്ണി എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പിടിച്ചെടുത്ത സ്റ്റാമ്പിൽ നടത്തിയ പരിശോധനയിൽ അത് വ്യാജമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് 2023 ഡിസംബർ 7-ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഷീലയുടെ മരുമകളുടെ അനുജത്തി ലിവിയയും ഇവളുടെ ആൺസുഹൃത്തായ എറണാകുളം ഏരൂർ നാരായണീയം വീട്ടിൽ സതീഷ് എന്ന നാരായണദാസുമായിരുന്നു കേസിലെ പ്രതികൾ. ഇവർക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗ നിരോധന നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ള നാരായണദാസ് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടത് 3 മാസത്തിനുള്ളിൽ ഈ കേസിന്റെ അന്വേഷണവും 4 മാസത്തിനുള്ളിൽ വിചാരണയും പൂർത്തിയാക്കണമെന്നാണ്. എന്നു മാത്രമല്ല, ഷീല സണ്ണിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി പരാമർശിച്ചിരുന്നു. 72 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഷീലയും കോടതിയെ സമീപിച്ചു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് കേസിൽ അഡ്വക്കേറ്റ് KB സുനിൽകുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അഡ്വക്കേറ്റ് KB സുനിൽകുമാർ. വളരെ സമർത്ഥനായൊരു അഭിഭാഷകൻ. നടിയെ ആക്രമിച്ച കേസിൽ സ്റ്റാൻഡിംഗ് പ്രോസിക്യൂട്ടറായിരുന്നു ഇദ്ദേഹം. നാരായണദാസിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് ബസന്തായിരുന്നു. എന്നാൽ സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഹൈക്കോടതിയിൽ നിന്നാണ് നാരായണദാസിന് ജാമ്യം കിട്ടിയത്. സുപ്രീം കോടതി നിഷ്കർഷിച്ചിട്ടുള്ള അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നാരായണദാസിന് ജാമ്യം അനുവദിച്ചത്. പിന്നീട് ഈ കേസ് തൃശൂർ ജില്ലാ കോടതിയിൽ നിന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. ഫോറൻസിക് ലാബിൽ നിന്ന് ഇതുവരെ പരിശോധനാ ഫലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിചാരണ പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല. അത് യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയില്ല. 2023 നടന്ന കേസിൽ ഫോറൻസിക് ലാബിൽ നിന്ന് 3 വർഷങ്ങൾക്കിപ്പുറവും പരിശോധനാ ഫലം കിട്ടാത്തത് എന്തെങ്കിലും സമ്മർദ്ദമോ ഇടപെടലോ കൊണ്ടായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും UDF സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതോടുകൂടി ഫോറൻസിക് ലാബിൽ നിന്ന് പരിശോധനാ ഫലം ഉടൻ തന്നെ കോടതിയിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത്. നാരായണദാസിനും ഇയാളുടെ കൂട്ടാളിയായ മറ്റൊരാൾക്കുമെതിരെ നിലവിൽ ബാംഗ്ലൂരിൽ സിറ്റി ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്നും വിവരമുണ്ട്. നോക്കൂ, നിരപരാധിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് പുലർത്തിയിരുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയും ഈ നാരായണദാസുമായി മുൻപരിചയമോ സൗഹൃദമോ വിദ്വേഷമോ ഇല്ല. പിന്നെ എന്തിനാണ് ഇയാൾ ഈ ക്രൂരത കാണിച്ചത്? ഒരു പെണ്ണിന് വേണ്ടി. ആരാണ് ആ പെണ്ണ്? കേസിൽ ഇരയാക്കപ്പെട്ട ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തി. അവൾക്ക് വേണ്ടിയാണ് നാരായണദാസ് ഈ കൊടും ക്രൂരത ചെയ്തത്. സാധാരണക്കാരിയായ ആ സ്ത്രീക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല. UDF മന്ത്രിസഭ വന്നതിനു ശേഷമാണ് വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത്. 72 ദിവസം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. അന്വേഷണവും വിചാരണയും നിശ്ചിത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഇരയാക്കപ്പെട്ട ഷീല സണ്ണിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇത്രയും വൈകിച്ചു. ഇത് നീതികേടാണ്. ഇനിയൊരു ഷീല സണ്ണി കൂടി ഉണ്ടാകാൻ പാടില്ല. നിരപരാധികളെയും നിസ്സഹായരെയും വേട്ടയാടാൻ ഇനിയൊരു നാരായണദാസും ഉണ്ടാകാൻ പാടില്ല.